about the infringement of copyright or the violation of copyright. So, infringement of copyright law. The copyright infringement occurs when any person does any of the mentioned rights and activities with respect to a copyrighted work without a license. So, when the copyright infringement occurs due to the following actions of a person over a copyrighted work without a license. It leads to economic loss to the owner of copyright. Besides economic loss, it adversely affects his creativity. ഇപ്പോൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് എന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ വയലേഷനാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരാളും കോപ്പിറൈറ്റഡ് വർക്കിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫോളോയിങ് ആക്ഷൻസ് നടത്തി, ഫോളോയിങ് ആക്ഷൻ അതായത് പൈറസിയോ അതുപോലത്തെ ഫോളോയിങ് ആക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ അത് ലൈസൻസ് ഇല്ലാതെ ഒരാൾ ഒരു കോപ്പിറൈറ്റഡ് വർക്കിൻ്റെ മുകളിൽ എന്തെങ്കിലും പൈറസിയോ കോപ്പിയിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിനെ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് ആണെന്ന് പറയുക. അപ്പോൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് വഴി ആ കോപ്പിറൈറ്റ് ഓണേഴ്സിന് ഹ്യൂജ് എക്കണോമിക് ലോസ് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അത് അവരുടെ ക്രിയേറ്റിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോളോയിങ് മെത്തേഡ്സ് വഴിയാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് ലോ നടക്കുന്നത്. First method is piracy. The term piracy has been used to refer to unauthorized copying, distribution and selling of works in copyright. So what is piracy? The piracy is refers to the unauthorized copying, distribution and selling of works. ഇപ്പോൾ പൈറസി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ സിനിമ രംഗത്താണ് പൈറസി കൂടുതലായിട്ട് നടക്കുന്നത്. അതായത് പുതിയ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിൻ്റെ മുന്നേ അതിൻ്റെ കോപ്പിയൊക്കെ ഇറങ്ങും. പല സൈറ്റ്സിലും അതിൻ്റെ കോപ്പിയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പൈറസീൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പുതിയ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ പല കോപ്പീസും പല സൈറ്റിലും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതാണ് പൈറസി എന്ന് പറയുന്നത്. അതായത് ഈ അൺഓതറൈസ്ഡ് ആയിട്ട് ഈ വർക്ക് അല്ലെങ്കിൽ സിനിമ കോപ്പി ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക, അതാണ് പൈറസി എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് ഹോൾഡറുടെ പെർമിഷൻ ഇല്ലാതെ അൺഓതറൈസ് ആയിട്ട് ഇതിൻ്റെ കോപ്പി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത് വിൽക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെ പൈറസി. അപ്പോൾ ഇത് കാരണം വയലേഷൻ ഓഫ് ദി കോപ്പിറൈറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് ലോ ഉണ്ടാകുന്നുണ്ട്. ഇൻഫ്രിഞ്ച്മെൻറ്റ് റിലവൻറ്റ് ഇൻ ടുഡേയ്സ് വേൾഡ് ഓഫ് ഇൻ്റർനെറ്റ് ലൈക്ക് പ്ലേഗിയറൈസിങ്, മാർക്കറ്റിംഗ്, കോപ്പി, പ്ലേഗിയറൈസിങ്, പേഴ്സണൽ ലിറ്ററേച്ചർ, ന്യൂസ് പേപ്പർ ഇൻഫ്രിഞ്ച്മെൻറ്റ്, മാസ്റ്റർ copyright issues, photography infringement, etc. So there are some of the infringement relevance in today's world of internet like plagiarizing, marketing, copy. ഇപ്പോൾ മാർക്കറ്റ് കോപ്പീനെ അയാളുടെ അനുവാദം ഇല്ലാതെ കോപ്പി ചെയ്ത് വിൽക്കുക. പ്ലേഗിയറിസിങ് പേഴ്സണൽ ലിറ്ററേച്ചർ, അതായത് ഒരാളെ വർക്ക് അല്ലെങ്കിൽ ഒരാളെ സാഹിത്യപരമായിട്ടുള്ള കഥയോ നോവലോ കവിതയോ ഒക്കെ എന്താണ് അയാളെ പെർമിഷൻ ഇല്ലാതെ കോപ്പി എടുത്ത് വിൽക്കുക. പിന്നെ ന്യൂസ് പേപ്പർ ഇൻഫ്രിഞ്ച്മെൻറ്റ്, ന്യൂസ് പേപ്പറിൻ്റെ കോപ്പി എടുത്ത് വെക്കുക. പിന്നെ മാഷപ്പ്, കോപ്പിറൈറ്റ് ഇഷ്യൂസ്, ഫോട്ടോഗ്രാഫി ഇൻഫ്രിഞ്ച്മെൻറ്റ്, അതായത് വേറൊരാളെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ടുഡേയ്സ് വേൾഡ്, അത് ഇപ്പോൾ കറൻറ്റ് വേൾഡിൽ ഫേസ് കൊണ്ടിരിക്കുന്ന കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്സ് ആണ്. Copyright infringement, the act brings several other persons in its fold in addition to the person copying the work. Thus, the owner of a hall who lets out his place for viewing of a CD that is pirated, known the CD to be pirated, also infringes the act. അപ്പോൾ കോപ്പി എടുക്കുന്ന ആൾ മാത്രമല്ല ഇൻഫ്രിഞ്ച്മെൻറ്റ് നടത്തുന്നത്. അപ്പം അതിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാരും അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുത്ത ആൾക്കാർ, അതിൻ്റെ കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ കോപ്പി കൈമാറി കഴിച്ച ആൾക്കാരും ഈ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിൽ വരും. സപ്പോസ് ഒരു പൈറേറ്റഡ് സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രിൻ്റ് നിങ്ങൾ എന്ത് ചെയ്ത് മോഷ്ടിച്ച് ആ പ്രിൻ്റ് നിങ്ങളൊരു സിനിമ ഹാളിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ആ സിനിമ ഹാളിൻ്റെ ഓണറടക്കം എന്തിന് ശിക്ഷിക്കപ്പെടും? ആ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിന് ശിക്ഷിക്കപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ ആ CD അല്ലെങ്കിൽ ആ സിനിമ പ്ലേ ചെയ്ത ഹാളിൻ്റെ ഓണറടക്കം എന്തിൽ ശിക്ഷിക്കപ്പെടും? ഈ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് നടത്തിയതിന് ശിക്ഷിക്കപ്പെടും. Any person who commercially deals in by selling, hiring or importing any work which is an infringement of copyright is also a violator of law. So all persons selling pirated videos, films, music, CDs get covered by this law. ഇപ്പോൾ
കോപ്പിറൈറ്റ് കിട്ടിയ ആളെ പെർമിഷൻ ഇല്ലാതെ അയാളെ വർക്ക് സെല്ല് ചെയ്യുകയോ വാടകയ്ക്ക് എടുക്കുകയോ ഇമ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പൈറേറ്റഡ് കോപ്പി, അതായത് വ്യാജ കോപ്പി അതായത് വീഡിയോസിൻ്റെ വ്യാജ കോപ്പി, അല്ലെങ്കിൽ സിനിമയുടെ വ്യാജ കോപ്പി, അല്ലെങ്കിൽ മ്യൂസിക് സീഡിൻ്റെ വ്യാജ കോപ്പി, ഇതൊക്കെ വിൽക്കുന്നവർ എന്തിൽ വരും? ഈ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിൽ ശിക്ഷിക്കപ്പെടും. ദി ആക്ട് പ്രൊവൈഡ്സ് ഫോർ സിവിൽ ആസ് വെൽ ആസ് ക്രിമിനൽ ലയബിലിറ്റി. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് സിവിൽ കുറ്റം മാത്രമല്ല, ഒരു ക്രിമിനൽ കുറ്റമായിട്ടും മാറാം. An owner can initiate a civil suit against the infringing person in a district court within whose jurisdiction the owner resides or where the case of auction arises. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിക്ട് കോർട്ടിൽ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു സിവിൽ കേസ്, അതായത് തൻ്റെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഈ കോപ്പിറൈറ്റ് ഹോൾഡറിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിക്ട് കോർട്ടിൽ ഒരു സിവിൽ സ്യൂട്ട് അല്ലെങ്കിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒന്നെങ്കിൽ ആ ഓണർ താമസിക്കുന്ന സ്ഥലത്തുള്ള ഡിസ്ട്രിക്ട് കോർട്ടായിരിക്കും, അല്ലെങ്കിൽ ആ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് നടന്ന സ്ഥലത്തെ ഡിസ്ട്രിക്ട് കോർട്ടിലായിരിക്കും കേസ് കൊടുക്കുക. An owner can initiate a criminal prosecution as well. The imprisonment term is for a term not less than 6 months extending up to 3 years, in addition to a fine not less than 50,000 extending up to Rs 2 lakh. അപ്പം സിവിൽ കേസ് മാത്രമല്ല, വേണമെങ്കിൽ ക്രിമിനൽ കേസ് വരെ ഈ കോപ്പിറൈറ്റ് ഓണർക്ക് കൊടുക്കാൻ പറ്റും. അതായത് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിനെതിരെ സിവിൽ കേസ് മാത്രമല്ല, ക്രിമിനൽ കേസ് വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം മുതൽ 2 കൊല്ലം, 6 മാസം മുതൽ 3 കൊല്ലം വരെ ശിക്ഷിക്കപ്പെടാം. അല്ലെങ്കിൽ 6 മാസം മുതൽ 3 കൊല്ലം വരെ തടവിലാക്കപ്പെടാം. മാത്രമല്ല ഒരു ഫൈൻ 50,000 മുതൽ 2 ലക്ഷം വരെ ഫൈൻ കിട്ടാവുന്നതാണ്. ഇപ്പോൾ റെമഡീസ് അഗെയിൻസ്റ്റ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്. അപ്പോൾ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ റെമഡീസ് അഗെയിൻസ്റ്റ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിൽ പഠിക്കുന്നത്. അതായത് കോപ്പിറൈറ്റ് വയലേഷൻ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഹോൾഡറിന് ഈ കോപ്പിറൈറ്റ് വയലേഷൻ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് റെമഡീസ് അഗെയിൻസ്റ്റ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ സൊല്യൂഷൻസ് അഗെയിൻസ്റ്റ് copyright infringement. There are 3 kinds of remedy. They are administrative, civil and criminal. So whenever there occurs a copyright infringement, a copyright holder can find a remedy against that copyright infringement. There are mainly 3 kinds of remedies. They are administrative, civil and criminal. In administrative remedies, it includes detention of the infringing goods by the custom authorities. അഡ്മിനിസ്ട്രേറ്റീവ് റെമഡിയാണ് ആദ്യത്തേത്. അതായത് നമ്മുടെ കോപ്പിറൈറ്റ് വയലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 3 റെമഡീസ് ഉണ്ട്. അതായത് 3 പരിഹാരങ്ങളാണ് നമ്മുടെ കോപ്പിറൈറ്റ് വയലേഷൻ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിനുള്ളത്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ്, സിവിൽ ആൻഡ് ക്രിമിനൽ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പിറൈറ്റ് ഹോൾഡറെ പെർമിഷൻ ഇല്ലാതെ സെല്ല് ചെയ്യുന്ന, അതായത് കോപ്പി എടുത്ത് സെല്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീൽ ചെയ്യാൻ പറ്റും. അതായത് കസ്റ്റംസിൻ്റെ ഹെൽപ്പോട് കൂടി, കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ, അപ്പോൾ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി അൺഓതറൈസ്ഡ് ആയിട്ട് വിൽക്കുന്ന കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് നടത്തിയ ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് സിവിൽ റെമഡി. ഇന്ന് സിവിൽ റെമഡീസ് പ്രൊവൈഡഡ് അണ്ടർ ചാപ്റ്റർ 12 ഓഫ് കോപ്പിറൈറ്റ് ആക്ട് 1957 ആൻഡ് ഇൻക്ലൂഡ് ഇൻജക്ഷൻസ്, ഡാമേജസ് ആൻഡ് അക്കൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഇപ്പോൾ സിവിൽ റെമഡീസ് ഇൻവോൾവ് ചെയ്യുന്ന സെക്ഷനാണ് ചാപ്റ്റർ 12 ഓഫ് കോപ്പിറൈറ്റ് ആക്ട് 1957. ഇപ്പോൾ സിവിൽ റെമഡീസ് എന്തൊക്കെയാണ് വരുന്നത്? ഇൻജങ്ഷൻസ്, അതായത് ഇൻജങ്ഷൻ ഫയൽ ചെയ്യാം കോർട്ടിൽ, പിന്നെ ഡാമേജസ് ഫയൽ ചെയ്യാം, പിന്നെ പ്രോഫിറ്റ്, അക്കൗണ്ട് ഓഫ് പ്രോഫിറ്റ്, അതായത് നമുക്ക് വന്ന നഷ്ടത്തിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ക്രിമിനൽ റെമഡീസ് ഇൻക്ലൂഡ് പ്രൊവൈഡഡ് അണ്ടർ ചാപ്റ്റർ 13 ഓഫ് this Indian Copyright Act 1957. It includes imprisonment up to 3 years along with a fine of 2 lakh rupees. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ക്രിമിനൽ റെമഡി എന്താണ്? ക്രിമിനൽ റെമഡി വരുന്നത് ചാപ്റ്റർ 13 ആണ് ഓഫ് ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട്. അത് പ്രകാരം 3 കൊല്ലം തടവും 2 ലക്ഷം പേയും കിട്ടാവുന്നതാണ്. അപ്പോൾ 3 റെമഡീസ് ആണുള്ളത്.
അഡ്മിനിസ്ട്രേറ്റീവ്, സിവിൽ ആൻഡ് ക്രിമിനൽ റെമഡീസ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് ആയിട്ട് വിൽക്കുന്ന സാധനങ്ങൾ കസ്റ്റംസിൻ്റെ ഹെൽപ്പോട് കൂടി പിടിച്ചെടുക്കാവുന്നതാണ്. സിവിൽ എന്ന് പറയുന്നത് ഇൻജങ്ഷൻ ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് കേസ് എടുക്കുകയൊക്കെ ചെയ്യാം. അത് സിവിൽ വരുന്നത് ചാപ്റ്റർ 12 പിന്നെ ക്രിമിനൽ വരുന്നത് ചാപ്റ്റർ 13 അപ്പോൾ ക്രിമിനൽ കേസ് പ്രകാരം 3 കൊല്ലം വരെ തടവും 2 ലക്ഷം വരെ പേയും നമുക്ക് കൊടുക്കാവുന്നതാണ്. എക്സെംഷൻസ് ഫ്രം കോപ്പിറൈറ്റ് വയലേഷൻ. അന്ന് കോപ്പിറൈറ്റ് വയലേഷനിൽ നിന്ന് നമ്മൾ എക്സെംപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ചില വർക്കുകൾക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് കോപ്പിറൈറ്റ് വയലേഷനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The enjoyment of every property is subjected to restrictions imposed of the state. The Act exempts several activities from obligations of the copyright violation in relation to literary work. Fair dealing with literary, dramatic, musical or artistic work for purpose of private use, research, criticism or a review, reporting current events in a newspaper, magazine, broadcast, cinematographic film, still photograph, etc. അപ്പോൾ നമ്മുടെ ലിറ്റററി, ഡ്രാമാറ്റിക് ഓർ മ്യൂസിക്കൽ വർക്കോ എന്താണ് പ്രൈവറ്റ് യൂസ് അല്ലെങ്കിൽ റിസർച്ച് അല്ലെങ്കിൽ നമ്മൾ ക്രിറ്റിസിസം നടത്താൻ അല്ലെങ്കിൽ റിവ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് കോപ്പിറൈറ്റ് വയലേഷന് കേസ് കൊടുക്കാൻ പറ്റില്ല. ന്യൂസ് പേപ്പേഴ്സിലും മാഗസിൻസിലും ഒക്കെയാണല്ലോ റിവ്യൂസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിനെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, റീപ്രൊഡക്ഷൻ ഓഫ് വർക്ക് ഫോർ ദി പർപ്പസ് ഓഫ് സ്റ്റേറ്റ് ഓർ ഫങ്ഷനിങ് ഓഫ് ലോ, എക്സാമ്പിൾ ജുഡീഷ്യൽ ഓർ രജിസ്ട്രേറ്റീവ് പ്രൊസീജിയർ. അതായത് സ്റ്റേറ്റിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോയിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഒരു വർക്ക് നമ്മൾ കോപ്പി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, റീഡിങ് ഓർ റിസൈറ്റേഷൻ ഇൻ പബ്ലിക് ഫ്രം എ പബ്ലിഷ്ഡ് ലിറ്റററി ഓർ ഡ്രാമാറ്റിക് വർക്ക്. അപ്പോൾ പബ്ലിഷ് ചെയ്തൊരു വർക്ക് നമുക്ക് പബ്ലിക്കിൽ റിസൈറ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് പോയിം ചൊല്ലൽ കോമ്പറ്റീഷനും കഥ പറയൽ കോമ്പറ്റീഷനും ഒക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്ത വർക്കാണ്. അപ്പോൾ അതെല്ലാം നടത്തിയാൽ നമുക്കെതിരെ കോപ്പിറൈറ്റ് വയലേഷന് കേസ് കൊടുക്കില്ല. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഷോർട്ട് പാസേജസ് ഓഫ് സച്ച് വർക്ക്സ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് ബൈ ടീച്ചർ ഓർ പീപ്പിൾ ഇൻ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇപ്പം ഒരു വർക്കിനെ കുറിച്ച് ചെറിയൊരു പാസേജോ അല്ലെങ്കിൽ ചെറിയൊരു നിരൂപണമോ ഒക്കെ നമുക്ക് അധ്യാപകർക്കൊക്കെ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അതിനെതിരെ ഒന്നും കേസ് കൊടുക്കാൻ പറ്റില്ല. മേക്കിംഗ് ഓഫ് അപ് ടു 3 copies ഓഫ് എ ബുക്ക് ഫോർ എ പബ്ലിക് ലൈബ്രറി ഇഫ് നോട്ട് ബുക്ക് ഈസ് അവൈലബിൾ ഓർ റീഡിംഗ് ഓർ സെയിൽസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ അവൈലബിൾ അല്ലാത്തൊരു ബുക്ക് 3 കോപ്പി വരെ നമുക്ക് എടുത്തിട്ട് ലൈബ്രറിയിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് കോപ്പിറൈറ്റ് വയലേഷന് കേസ് കൊടുക്കാൻ പറ്റില്ല. Reproduction of an article or on current economical, political, social or religious matters in newspapers, magazines, etc. unless the author was expressly reserved to his right to himself. ആർട്ടിക്കിൾ ഈ വർക്കിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലും മാഗസിൻസിലൊക്കെ പബ്ലിഷ് ചെയ്താൽ അതിനെതിരെ കോപ്പിറൈറ്റ് വയലേഷന് കേസ് കൊടുക്കാൻ പറ്റില്ല. Reproduction or publication of any matter published in official gazettes including acts enacted by parliament or state legislature. In case of reproduction of acts, all commentaries and their original matter also have to be published. അപ്പോൾ പബ്ലിക് ഗസറ്റിലോ അല്ലെങ്കിൽ പാർലമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലോ ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾക്കെതിരെ നമുക്ക് കോപ്പിറൈറ്റ് വയലേഷന് കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ റീപ്രൊഡക്ഷൻ ഓർ പബ്ലിക്കേഷൻ ഓഫ് എനി കമ്മിറ്റി, കമ്മീഷൻ, കൗൺസിൽ അപ്പോയിൻറ്റഡ് ബൈ ലെജിസ്ലേച്ചർ അൺലെസ് ദി ഗവൺമെൻറ് ഹാസ് പ്രൊഹിബിറ്റഡ് ഇറ്റ്. അപ്പോൾ ഒരു വർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഏതെങ്കിലും ഒരു കമ്മിറ്റി, അതായത് നമ്മുടെ ജുഡീഷ്യൽ കമ്മിറ്റീസൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻസൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്താൽ അതിനെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ റീപ്രൊഡക്ഷൻ ഓർ പബ്ലിക്കേഷൻ ഓഫ് എനി ജഡ്ജ്മെൻറ്റ് ഓർ കോർട്ട് ഓർഡർ ഓഫ് എ കോർട്ട്, ട്രിബ്യൂണൽ ഓർ അതർ ജുഡീഷ്യൽ അതോറിറ്റി അൺലെസ് ഇറ്റ് ഹാസ് ബീൻ പ്രൊഹിബിറ്റഡ് ബൈ ദി കോർട്ട്. ഒരു ജഡ്ജ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് കോടതിയുടെ വിധിയൊക്കെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും കോപ്പിറൈറ്റിൽ വരുന്നതല്ല, വയലേഷനിൽ വരുന്നതല്ല. ഇൻ റിലേഷൻ ടു കമ്പ്യൂട്ടർ റിലേറ്റഡ് കോപ്പിറൈറ്റ്സ്, മേക്കിംഗ് ഓഫ് കോപ്പീസ് ഓർ അഡാപ്റ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഫോർ യൂട്ടിലൈസിങ് ഇറ്റ്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ കോപ്പി എടുക്കുന്നതിൽ നമുക്ക് കോപ്പിറൈറ്റ് വയലേഷന് കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ മേക്കിംഗ് ഓഫ് എ കോപ്പി ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ദി ലോസ് ഓഫ് ദി ഒറിജിനൽ. അപ്പോൾ ഒറിജിനൽ നഷ്ടപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കും.
അതിനെതിരെ കോപ്പിറൈറ്റ് വയലേഷന് കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒബ്സർവേഷൻ, സ്റ്റഡി ഓർ ടെസ്റ്റ് ഓഫ് ഫങ്ഷനിങ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം to determine the ideas and principles that underline any element of the program while performing such acts that are necessary for the functions for which the computer program was applied. ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ അപ്ലിക്കേഷനെതിരെ അതിൻ്റെ പ്രിൻസിപ്പിളിന് ഐഡിയാസും ഒക്കെ നമുക്ക് കോപ്പിറൈറ്റ് വയലേഷനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ മേക്കിംഗ് ഓഫ് കോപ്പീസ് ഓർ അഡാപ്റ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഫ്രം എ പേഴ്സണലി ലീഗലി ഒബ്റ്റൈൻഡ് കോപ്പി ഫോർ നോൺ കമേഴ്ഷ്യൽ പേഴ്സണൽ യൂസ്. അപ്പം നമുക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലീഗൽ കോപ്പിയിൽ നിന്ന് അതിൽ നിന്ന് ഒരു കോപ്പി എടുക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഒരു ലീഗൽ സോഫ്റ്റ്വെയറിന് ലീഗലായിട്ട് അപ്രൂവ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ സോഫ്റ്റ്വെയറിൻ്റെ കോപ്പി എടുത്തിട്ട് നമുക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, പക്ഷെ അത് വിൽക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ വയലേഷൻ ഓഫ് കോപ്പിറൈറ്റ് വരുന്നത്. താങ്ക് യു.